അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ ആവേശം കൂട്ടാൻ വിപ്ലവകരമായ പരിഷ്കാരങ്ങളുമായി യുവേഫ രംഗത്ത്. ചാമ്പ്യൻസ് ലീഗ് മാതൃകയിൽ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ ഘടന പൂർണ്ണമായും മാറ്റാനാണ് യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതി ഒരുങ്ങുന്നത്. 2030 ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മുതൽ പുതിയ സ്വിസ് സിസ്റ്റം നടപ്പിലാക്കാനാണ് ആലോചന. ഏകപക്ഷീയമായ മത്സരങ്ങൾ ഒഴിവാക്കാനും വമ്പൻ ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കാരം. നിലവിൽ ചാമ്പ്യൻസ് ലീഗ് ക്ലബ് മത്സരങ്ങളിൽ വിജയകരമായി തുടരുന്ന സ്വിസ് സിസ്റ്റം ഇനി അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിപ്പിക്കുകയാണ് യുവേഫ. പുതിയ നിർദ്ദേശമനുസരിച്ച് യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള 36 രാജ്യങ്ങൾ ലീഗ് എയിൽ മാറ്റിവയ്ക്കും. ഇവരെ 12 ടീമുകൾ വീതമുള്ള 3 ഗ്രൂപ്പുകളായി തിരിക്കും. പരമ്പരാഗത രീതിയിൽ ഗ്രൂപ്പിലെ എല്ലാവരുമായും കളിക്കുന്നതിനു പകരം ഓരോ ടീമും വ്യത്യസ്തരായ 6 എതിരാളികളുമായിട്ടായിരിക്കും ഏറ്റുമുട്ടുക. ബാക്കിയുള്ള രാജ്യങ്ങൾ ലീഗ് ബിയിൽ ഉൾപ്പെടും. ടീമുകളുടെ എണ്ണത്തിനനുസരിച്ച് 6 ടീമുകൾ വീതമുള്ള 3 ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങളോ ഉണ്ടാകും. ലീഗ് എയിലെ 3 ഗ്രൂപ്പ് വിജയികൾക്ക് ലോകകപ്പ് അല്ലെങ്കിൽ യൂറോ കപ്പ് ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത ലഭിക്കും. ബാക്കി സ്ഥാനങ്ങൾ പ്ലേ ഓഫ് മത്സരങ്ങളിലൂടെയാകും നിശ്ചയിക്കുക. ശക്തരായ ടീമുകളും ദുർബലരായ ടീമുകളും തമ്മിലുള്ള ഏകപക്ഷീയമായ മത്സരങ്ങൾ കുറയ്ക്കാൻ ഈ ഫോർമാറ്റ് സഹായിക്കുമെന്ന് യുവേഫ വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള ദിവസങ്ങളുടെ എണ്ണം കൂട്ടാതെ തന്നെ മത്സരങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് യുവേഫ പ്രസിഡന്റ് അലക്സാണ്ടർ സെഫറിൻ പറഞ്ഞു. 2030 ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന സ്പെയിനും പോർച്ചുഗലും നേരിട്ട് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിലും നേഷൻസ് ലീഗ് ലക്ഷ്യങ്ങളോടെ യോഗ്യതാ റൗണ്ടിൽ പങ്കാളികളാകും. ഇതോടൊപ്പം 2028-29 സീസൺ മുതൽ യുവേഫ നേഷൻസ് ലീഗും പുനഃക്രമീകരിക്കും. നിലവിലെ 4 തലങ്ങൾക്ക് പകരം 18 ടീമുകൾ വീതമുള്ള 3 ലീഗുകളാകും ഉണ്ടാവുക. സെപ്റ്റംബറിൽ നടക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പുതിയ പരിഷ്കാരങ്ങൾക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.